വിദേശത്ത് വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കീഴുപറമ്പ് കാരങ്ങാടൻ കൂരിക്കത്തൊടി സഹീദിന്റെ കുടുംബത്തിന് 12 വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി ഭാര്യ കെ ഷാഹിനയും മാതാവും. നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും പോലീസ് സൂപ്രണ്ടിനും കുടുംബം പരാതി നൽകി. കുവൈത്തിൽ വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. കീഴുപറമ്പ് കാരങ്ങാടൻ കൂരിക്കത്തൊടി പരേതനായ ഉമ്മറിന്റെ മകൻ 28-കാരൻ സഹീദാണ് കുവൈത്തിൽ 2009 നവംബർ 16-നുണ്ടായ വാഹനാപകടത്തിൽ മരിക്കുന്നത്. നിയമാനുസൃതം കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന ബ്ലഡ് മണി ഇതുവരെ ലഭ്യമായിട്ടില്ല. നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കുടുംബാംഗങ്ങൾ ആവശ്യമായ രേഖകളെല്ലാം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഇതേവരെ ഒന്നും ലഭിച്ചില്ലെന്നും ഭാര്യ കെ ഷാഹിന പറയുന്നു. ഞങ്ങൾക്ക് ഈ കേസിലെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം, ബോധ്യപ്പെടണം. ഞങ്ങളെ ഫയൽ നമ്പർ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കൂടെ പരിക്ക് പറ്റിയവർക്കെല്ലാം ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അവരുടെ കേസെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളുടേത് മാത്രം ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഭർത്താവിനൊപ്പം അപകടത്തിൽ മരണപ്പെട്ട 3 പേർക്കും പരിക്കേറ്റ 2 പേർക്കും നഷ്ടപരിഹാരം ലഭിച്ചപ്പോൾ തങ്ങൾക്ക് മാത്രം ലഭിച്ചില്ല. ഇവിടെ വന്ന് മയ്യത്ത് മറ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത്, ബാപ്പി ഞാനും സായും പാടെ ഒപ്പിട്ട് കൊടുത്തു. അതുകൊണ്ട് പോയതാണ്. പിന്നെ അതിനെ പറ്റി അന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ അന്വേഷിച്ചൊന്നും ഒരു വീട് ഞങ്ങൾ തിന്നിയില്ല. ആദ്യം ഫയൽ ചോദിച്ചു, എന്നാൽ പറഞ്ഞ് അർബിൻ്റെതാണ്. അർബിനോട് ചോദിച്ചാൽ അർബി പറഞ്ഞ് അതൊക്കെ അസൻ്റെ കൊടുത്തതാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ പിന്നെയും പോയി. അപ്പോൾ പറഞ്ഞ് ഫയൽ കത്തി പോയതാണ്. ഞങ്ങൾക്ക് അത് ഞങ്ങൾ കൊടുത്ത കടലാസ് ഞങ്ങൾക്ക് തിരികെ കിട്ടണം, ഒറിജിനൽ തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ വാങ്ങിയത് ഞങ്ങളൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് പിന്നെ കൊടുത്ത സാധനം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം. ഓൻ്റെ ഒപ്പമുള്ളവർക്കൊക്കെ കിട്ടിപ്പോയിന്. ഇവൻ്റെ മാത്രം എന്തെങ്ങനെ ആകാൻ. പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിരാഹാരം കിടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പണം വാങ്ങിക്കാൻ പവർ ഓഫ് അറ്റോർണി എഴുതി നൽകിയ വ്യക്തി രേഖകൾ തിരിച്ചു നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.